മനുഷ്യൻ്റെ ഏറ്റവും നിസ്സഹായമായ അവസ്ഥകളിലൊന്ന് അഭയാർത്ഥിത്വമാണ്. അഭയാർത്ഥിത്വത്തിൻ്റെ അരക്ഷിതാവസ്ഥ നിഴൽ പോലെ പിന്തുടരുന്ന അനേകായിരം മനുഷ്യർ നമുക്ക് ചുറ്റിലുമുണ്ട്. ജീവിതത്തിൻ്റെ ഉരുളൻ ചക്രങ്ങൾ ഉന്തി നീക്കി രായ്ക്കുരാമാനം പലായനം ചെയ്യപ്പെടേണ്ടി വന്നവർ, കണ്ണുകളിൽ ശൂന്യതയുടെ മിനാരം പേറുന്നവർ. അഭയാർത്ഥിത്വത്തിൻ്റെ വിശാലമായ ഭൂപടത്തെ അടയാളപ്പെടുത്തുന്ന ഈ സന്തോഷ് കുമാറിൻ്റെ ഏറ്റവും പുതിയ നോവലാണ് തപോമയുടെ അച്ഛൻ. എല്ലാ മനുഷ്യൻ്റെ ഉള്ളിലും അയാൾക്ക് മാത്രം അറിയാവുന്ന ചില രഹസ്യങ്ങളുണ്ടാവും. തൻ്റെ ഉള്ളിലെ രഹസ്യങ്ങളെ ഗൂഢമായ ചിഹ്ന ഭാഷയിൽ എഴുതി വച്ച ഗോപാൽ ബറുവ, അഭയാർത്ഥിത്വത്തിൻ്റെ സ്ത്രീ ജീവിതത്തെ അവതരിപ്പിച്ച പർവീണയും സുമനയും, കൽക്കത്തയുടെ നഗരജീവിതത്തിൻ്റെ അടിച്ചിറകുകളിലേക്ക് വന്നടിയുന്ന മനുഷ്യരെ ചിറകുകൊണ്ട് ചേർത്തു നിർത്തിയ തപോമയി, ആർക്കും പിടിതരാതെ സഞ്ചരിച്ച ശ്യാമൾദ, അങ്ങനെ ഒരു പിടി കഥാപാത്രങ്ങൾ. തപോമയുടെ അച്ഛൻ ഉത്തരാധുനിക നോവലിൻ്റെ പുതുഭാഷ്യമാണ്. ഒരിക്കലും കുരച്ചു കേട്ടിട്ടില്ലാത്ത ശ്യാമൾദായുടെ പട്ടിയുടെ മുരൾച്ച പോലെ സുരക്ഷിതമായി നമ്മുടെ വീടുകളിൽ ഉറങ്ങുന്ന നമ്മളെ ഓരോരുത്തരെയും അത് അലോസരപ്പെടുത്തുന്നു. നീ വീശിയെറിഞ്ഞ ഒരു തുടൽ നീ അറിയാതെയെങ്കിലും ഈ കഴുത്തിലുണ്ട്. അതിൻ്റെ അറ്റമാണ് എനിക്ക് അനുവദിച്ചിട്ടുള്ള സ്വാതന്ത്ര്യം. നിനക്കു ചുറ്റും അത് വരച്ച വൃത്തത്തിൽ ഒരു വളർത്തുമൃഗത്തെ പോലെ ഞാൻ തുടരുന്നു. നീ മാത്രം അതറിയുന്നില്ല എന്നതിലാണ് എൻ്റെ ആശ്ചര്യം.